അപ്പീൽ കോടതിയിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും എന്ന കാര്യം യെസ് സുധാകരന്റെയും സജിതയുടെയും ഏറെ പ്രധാനമുള്ളതാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകുന്നു എന്നതാണ്. മാധ്യമങ്ങളെല്ലാവരും ആ പ്രതികരണം കാത്തു നിൽക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. മക്കൾക്ക് സർക്കാർ ജോലി അടക്കം നൽകണമെന്ന കോടതി നിരീക്ഷണം കൂടിയുണ്ട്. ഇതാ പ്രതികരണം. അഖില എന്താ തോന്നുന്നത് വിധി കേട്ടിട്ട്? കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് കോടതി അതേപോലെ ഇതാക്കി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതേപോലെ ഇതാക്കി. പിന്നെ വക്കീലിന്റെ മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതില്. മോൾക്ക് ജോലി നൽകാമെന്ന് പോലും വിധിയിലുണ്ട്. ജോലി നൽകണമെന്നത് കൂടി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് അതായത് ഇപ്പൊ പറയുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിയും പുറത്തിറങ്ങിയാൽ നിങ്ങളെയൊക്കെ വധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി പേടിയില്ലാതെ സ്വന്തം നാട്ടിലേക്ക് പോകാം. അങ്ങനെ പോകുമോ നിങ്ങളുടെ? ഞങ്ങൾ പോകുന്നില്ല എന്ന് തന്നെ വെച്ചിരിക്കുന്നത്. അച്ഛൻ്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോകുന്നത്. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരണതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവില്ല. ഇപ്പോൾ 20 ലക്ഷം രൂപ പിഴ നൽകണമെന്നാണ് പറയുന്നത്. കുറേയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആകെ മോശം അവസ്ഥയിലാണല്ലോ. അത് ഒരു വലിയ സഹായമാവും തോന്നുന്നുണ്ട്. അതെ, സഹായമാവും തോന്നുന്നുണ്ട്. സുധാകരന്റെയും സജിതയുടെയും മക്കളുടെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. കോടതി വിധി അത് അവർ പൂർണ്ണാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കോടതി ഞങ്ങളോട് നീതി കാട്ടി എന്നതാണ് അവരുടെ പ്രതികരണം. കൊടും ക്രൂരന് തങ്ങളുടെ കുടുംബം അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയ, പേരമ്മയും മുത്തശ്ശിയെയും ഇല്ലാതാക്കിയ ആ കൊടും ക്രൂരന് വധശിക്ഷ തന്നെ എന്ന ആഗ്രഹം, അത് കോടതി അതേ രീതിയിൽ വിധി വരുന്നു. ഒപ്പം തന്നെ കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ, അവർക്ക് ജോലി, ഒപ്പം തന്നെ കുടുംബത്തിലുള്ള സാമ്പത്തിക സഹായം, ഇതൊക്കെ ഏറ്റവും അനുകൂലമായ തീരുമാനമെന്നാണ് അഭിഭാഷകർക്കും കോടതിക്കും പോലീസിനും അടക്കം ആ കുടുംബം, ആ മക്കൾ നന്ദി പറയും. ഏറെ സുപ്രധാനമായ കോടതി വിധി ചെന്താമര കേസിൽ ഉണ്ടായിരിക്കുകയാണ്. പൊട്ടിക്കരയായിരുന്നു മക്കൾ. എന്തായാലും ആ കോടതി വിധി കേട്ടിട്ട് പ്രതികരണമാണ് കേട്ടത്. ഏറ്റവും പരമാവധി ശിക്ഷാവിധി. CV അനുമോദുണ്ട്. അനുമോദ്, കുടുംബം സ്വാഗതം ചെയ്യുന്നു കോടതി വിധിയെ. ആ കുടുംബം ആഗ്രഹിച്ചു, ആ മക്കൾ ആഗ്രഹിച്ചതാണ് തങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കിയ ആ കൊടും ക്രൂരനെ തൂക്കിക്കൊല്ലണം, വധശിക്ഷ നൽകണമെന്ന കാര്യം. എന്തായിരുന്നു അവരുടെ പ്രതികരണം? വൈകാരികമാണോ മക്കൾ? കുടുംബത്തിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണെന്നാണ് ആദ്യത്തെ പ്രതികരണം ഉണ്ടായിരുന്നത്. അവർക്ക് ഭയമായിരുന്നു. ഇനി ആ ഭയം ഇല്ല എന്നതിൻ്റെ ആശ്വാസമാണ് പങ്കുവച്ചത്. പക്ഷേ നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതായിട്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ഇനി തിരിച്ചുപോക്കാൻ നാട്ടിലേക്കില്ല. പക്ഷേ ഇത്തരത്തിലൊരു വിധി അത് ഉണ്ടായതിൽ വളരെ ആശ്വാസമുണ്ട് എന്നൊരു ആശ്വാസമാണ് അവർ ആദ്യം പങ്കുവച്ചത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അവർക്ക് അനുകൂലമായി നിന്നതിന് നന്ദി രേഖപ്പെടുത്തുകയും അതാണ് ആ കുടുംബത്തിൻ്റെ നന്ദി. നമ്മുടെ പൊതുസമൂഹം ഈ കേസിൽ കാട്ടിയ ഒരു ജാഗ്രതയുണ്ട്. ചെന്താമര എന്ന കൊടുക്രൂമൻ പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന ഒരു മേഖലയിലെ ഒരു കോളനിയിലെ താമസക്കാരായിരുന്ന 2 പേരുടെ കൊലപാതകമാണ് കേരളം കേട്ടത്. ആ കേട്ടിൽ ആ കൊടും ക്രൂരത കാട്ടിയ ചെന്താമര എന്ന വ്യക്തി, അയാൾ ആ കൊലയ്ക്ക് ശേഷം നടത്തിയ ക്രൂരമായ ഇടപെടലുകളും നീക്കങ്ങളുമൊക്കെ കേരളം പിന്നീട് സാഹൂതം ജാഗ്രതയോടെ നിരീക്ഷിച്ചു എന്നതാണ്. ഇത് പാലക്കാട്ടിൽ ഒതുങ്ങിയിരുന്നു. എവിടെയും ആ കുടുംബത്തിൻ്റെ, ആ ചെന്താമര എന്ന കൊടും ക്രിമിനലിനെ കുറിച്ചായിരുന്നു ചർച്ചകൾ. ഒടുവിൽ കേസ് കോടതിയിലെത്തുമ്പോഴും അതിൻ്റെ വിചാരണാഘട്ടങ്ങളിലും ഒടുവിൽ ഇന്ന് അന്തിമ വിധി പറയുന്നത് വരെ ഈ പൊതുസമൂഹം ഇതിനോട് കാട്ടിയ ഒരു ജാഗ്രതയുണ്ട്. നമ്മുടെ നിയമ സംവിധാനങ്ങൾ കാട്ടിയ ഒരു ജാഗ്രതയുണ്ട്. ആദ്യ കേസിൽ പിഴവ് പറ്റിയ പോലീസിനും നിയമ സംവിധാനങ്ങൾക്കും കൂടുതൽ ജാഗരൂകനമാകാൻ കാരണമായി രണ്ടാമത്തെ കേസ് എന്ന പ്രത്യേകതയുമുണ്ട്. അവിടെ ഓർത്തെടുക്കേണ്ട മുഖങ്ങൾ, പേരുകൾ പലതുണ്ടാവും. മാധ്യമങ്ങളടക്കം ഈ വിഷയത്തിൽ
തുടർച്ചയായ നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ വാർത്തയ്ക്ക് പിന്നാലെ നിൽക്കുകയും അങ്ങനെ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കൊട്ടും പിന്നോട്ട് പോവാതിരിക്കാനുള്ള നീക്കം കൂടി ഉണ്ടായി. ഒടുവിൽ ജഡ്ജിയിൽ നിന്നും ഈ തെളിവുകൾ പരമാവധി ശേഖരിച്ച പോലീസിന് അഭിനന്ദനത്തിനൊപ്പം ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കോടതി വിധി കൂടി ഉണ്ടായി എന്നതാണ് സാഹചര്യം. അങ്ങനെ ചെന്താമരയെ ഇനി കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അത് കാത്തിരിപ്പ് നമുക്ക് വേണ്ടിവരും. ഇത് കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കോടതി വിധി കേട്ട ശേഷം, വധശിക്ഷ എന്ന വിധി കേട്ട ശേഷം ചെന്താമരയുടെ പ്രതികരണം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് വരുന്ന ബുള്ളറ്റിനുകളിലടക്കം ചെന്താമരയുടെ പ്രതികരണങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാവും. എന്തായാലും നെന്മാറ കൂട്ടക്കൊലപാതകം, നെന്മാറയിലെ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമര എന്ന കൊടും ക്രൂരനെ മാതൃകാപരമായി ശിക്ഷിക്കുകയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ. ഇനിയും ഇത്തരമൊരു സംവിധാനങ്ങൾ, ഇത്തരമൊരു കൊലപാതകം ഉണ്ടാവാതിരിക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ കോടതി വിധി സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനൊപ്പം നിന്ന് എല്ലാവർക്കും അഭിനന്ദിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കോടതി വിധിയെ കുടുംബവും പൂർണ്ണാർത്ഥത്തിൽ സ്വാഗതം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.